സ്വഹാബത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുള്ള എല്ലാ ആളുകളും ചീത്ത വിളിക്കുന്നവരാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിലെ ഒറ്റൊരു സംഭവം മാത്രം. അബ്ദുല്ലാഹി മുബാറക് റഹിമഹുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ആളാണ്, നമുക്കൊക്കെ പരിചയമുണ്ട്. രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി. അയാളുടെ മദ്ഹുകളും കഥകളൊക്കെ ഈ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഇദ്ദേഹത്തോട് ചോദിക്കണം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ ഉത്തമൻ, അതല്ല മുആവിയാണോ ഉത്തമൻ എന്ന് അബ്ദുല്ലാഹി മുബാറക് റഹിമഹുള്ളാഹി ചോദിക്കാം. അബ്ദുല്ലാഹി മുബാറക് എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്താ പറഞ്ഞത്? മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ മൂക്കിനകത്തേക്ക് കയറി ഒരു മണൽത്തരിയോളം പോലും ആര് വരൂല? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹി വരൂല. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കൊച്ചാക്കല്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം, വലിപ്പം, മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലാഹി പറഞ്ഞ വാക്കാണ്. അത്രയും വലിയ സ്ഥാനം സ്വഹാബികൾക്കുണ്ട്. അത്രയും വലിയ സ്ഥാനം സ്വഹാബികൾക്കുണ്ട്. സ്വഹാബികളുടെ പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയും. നമ്മൾ എത്ര ഇബാദത്തുകൾ ചെയ്താൽ, എത്ര തഖ്വയിലേക്ക് എത്തി, ഈമാനിലേക്ക് എത്തി, ഇൽമിലേക്ക് എത്തിയാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വഹാബത്തിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ അംബിയാ മുർസലീങ്ങൾക്കുള്ളത്. പിന്നെ തൊട്ടു താഴെ ദറജ ആ നബിമാരുടെയും റസൂലുമാരുടെയും സ്വഹാബത്തുകൾക്കുള്ളത്. പിന്നെ നമുക്ക് ചാൻസ് ഉള്ളൂ. പിന്നെ അതിന് തൊട്ട് താഴെ തേർഡ് കാറ്റഗറി മുതലാണ് നമുക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? അവരുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.